ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ കാവേരിയും ശാരദയും കുടുംബവും തിരുവനന്തപുരത്ത് ഒരു വീടെടുത്ത് അവിടേക്ക് മാറുകയാണ്. അങ്ങനെ അവർ വീട്ടിലോട്ട് ആദ്യമായി കയറുന്ന സമയത്ത് കാവേരിയും ഗംഗയും വിനീതും യമുനയും ഒക്കെ പറയും, അമ്മ വാതിൽ ആദ്യമായി തുറക്കുക എന്ന് പറയുകയാണ്. അങ്ങനെ ശാരദ വീടിൻ്റെ വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ തുറക്കുന്ന സമയത്ത് ശാരദ അകത്ത് ജയബാലൻ ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ ശാരദ പറയും, ഇത് ജയബാലൻ ഇവിടെയും വന്നിരിക്കുന്നു എന്ന് പറയണേ. ആ സമയത്ത് യമുനയും കാവേരിയും ഗംഗയും വിനീതും പറയും, എവിടെ, ഞങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അമ്മയ്ക്ക് തോന്നുന്നതാണെന്ന് പറയും. ശാരദ പറയും, അത് അവിടെ ഇരിക്കുന്നു ആ ദുഷ്ടൻ എന്ന് പറയുകയാണ്. ആ സമയത്ത് കാവേരി പറയും, അമ്മ അവിടെ ആരും ഇരിക്കുന്നില്ല, ഒന്ന് നോക്ക് എന്ന് പറയുകയാണ്. പെട്ടെന്ന് ശാരദ പറയും, അത് എനിക്ക് തോന്നിയതാണെന്ന്. അങ്ങനെ അവർ വീടിൻ്റെ അകത്തോട്ടേക്ക് കയറുന്നുണ്ട്. യമുന പറയും, ഇത്രയും ചെറിയ വീട്ടിലോട്ടാണോ നമ്മൾ വന്നതെന്ന് ചോദിക്കും. ഗംഗ പറയും, ഇപ്പോൾ നമ്മൾ ഈ വീട് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ശാരദ കാവേരിയോട് ചോദിക്കും, ഒരു റൂം പോലും ഇല്ലേന്ന്. ആ സമയത്ത് കാവേരി പറയും, അപ്പുറത്ത് ഒരു റൂമുണ്ട്. അപ്പോൾ ശാരദ പറയും, ആ റൂം വിനീതും ഗംഗയും എടുത്തോട്ടെ. ശാരദ പറയും, ഇങ്ങോട്ടേക്ക് ആ ജയബാലൻ വരാതിരുന്നാൽ മതിയായിരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് നരൻ്റെ മുത്തശ്ശിയും മുത്തശ്ശനും വരും. മുത്തശ്ശി ചോദിക്കും, ഈ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ചോദിക്കുകയാണ്. ആ സമയത്ത് അവർ പറയും, ഇഷ്ടപ്പെട്ടു എന്ന് പറയുകയാണ്. അങ്ങനെ ഗംഗയും വിനീതും ദൈവത്തിൻ്റെ മുന്നിൽ മെഴുകുതിരി കത്തിക്കുകയാണ്. ആ സമയത്ത് അവർക്ക് മെഴുകുതിരി കത്തിക്കാനുള്ള തീപ്പെട്ടി അവരെടുത്തിട്ടുണ്ടാവില്ല. ശാരദ പറയും, ഞാൻ ഈ കവറിൽ ഇട്ടതായിരുന്നല്ലോ, നിങ്ങളത് എടുത്തില്ലേ ചോദിക്കുകയാണ്. ആ സമയത്ത് യമുന പറയും, ഞാൻ ഈ കവറിൽ ഇട്ടതായിരുന്നു, ഇപ്പോൾ അവിടെ കാണാനില്ല. ആ സമയത്ത് നരൻ്റെ മുത്തശ്ശി പറയും, അവിടെ വീട്ടിലുണ്ട്, അത് എടുത്തിട്ട് വരാമെന്ന് പറയണേ. ആ സമയത്ത് വിനീതും മുത്തശ്ശനും കൂടെ തീപ്പെട്ടി എടുക്കാൻ വീട്ടിൽ നിന്നും പുറത്തോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് പുറത്ത് ജയബാലൻ നിൽക്കുന്നുണ്ടാകും. ജയബാലനെ കണ്ട വിനീത് ഇങ്ങനെ നെട്ടി നിൽക്കുകയാണ്. ആ സമയത്ത് അകത്തു നിന്ന് ശാരദയും കാവേരിയും യമുനയും ഗംഗയും ഇറങ്ങി വരും. അങ്ങനെ ദേഷ്യത്തോടു കൂടി കാവേരി ചോദിക്കും, എന്തിനാ ഇപ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ ഞാൻ പോലീസിനെ വിളിക്കും. ആ സമയത്ത് ജയബാലൻ പറയും, നീ ആര് വേണമെങ്കിലും വിളിച്ചോ. ആ സമയത്ത് നരൻ്റെ മുത്തശ്ശി ചോദിക്കും, ഇത് ആരാണെന്ന്. ആ സമയത്ത് ജയബാലൻ പറയും, ഞാൻ ആരാണെന്ന് ഇതുവരെ ഇവർക്ക് പറഞ്ഞു കൊടുത്തില്ലേ എന്ന്. ആ സമയത്ത് ശാരദ പറയുന്നുണ്ട്, ഇയാൾ കാരണമാണ് ഞങ്ങൾ ആ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത്. എൻ്റെ ഭർത്താവിനെ കൊന്ന കൊലയാളിയാണ് ഈ നിൽക്കുന്നത്. ദേഷ്യത്തിൽ വിനീത് പറയും, ഇറങ്ങിപ്പോ ജയബാല എന്ന്. ആ സമയത്ത് കാവേരിയും വിനീതും ജയബാലനെ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ ശ്രമിക്കും. ആ സമയത്ത് നരൻ്റെ മുത്തശ്ശൻ പറയും, നിങ്ങൾ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇപ്പോൾ ഇവിടെ വന്ന് ഈ വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കേണ്ട എന്ത് ആവശ്യമാണ് ഉള്ളത് എന്ന് പറയുകയാണ്. ഈ വീട് എൻ്റെതാണ്, ഇവിടെ പ്രശ്നമുണ്ടാക്കാതെ ഇറങ്ങിപ്പോ എന്ന് പറയുകയാണ് നരൻ്റെ മുത്തശ്ശൻ ജയബാലനോട്. ആ സമയത്ത് ജയബാലൻ പറയും, ഇവർക്കാണ് ഈ വീട് കൊടുക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇതിന് ഞാൻ സമ്മതിക്കില്ലായിരുന്നു. കാവേരി പറയും, എൻ്റെ അച്ഛന് മരിക്കാനുള്ള കാരണം ഇയാളാണ് എൻ്റെ അച്ഛനെ കൊന്നത്. ഞങ്ങളുടെ സ്വത്ത് മുഴുവനും എൻ്റെ അച്ഛൻ്റെ പണവും എല്ലാം തട്ടിയെടുത്ത ദുഷ്ടനാണ് ഈ നിൽക്കുന്നത്. ഗംഗ പറയും, ഇയാൾ കാരണം ഞങ്ങൾ ആ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഇയാൾ ഞങ്ങൾക്ക് ആര് എന്ത് വീട് തന്നാലും അവിടെ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. അതിന് എന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് ജയബാലൻ. ഞാൻ നിങ്ങൾ എവിടെ ചെന്നാലും അവിടെ പ്രശ്നമുണ്ടാക്കി വരും. നരൻ്റെ മുത്തശ്ശൻ പറയും, ഞാൻ ആർക്ക് വീട് കൊടുക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്, എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ എന്ന് പറയുന്നു ജയബാലനോട്. ആ സമയത്ത് ജയബാലൻ പറയും, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇവർക്ക് വീട് കൊടുക്കരുത് എന്ന്, എന്നിട്ട് നിങ്ങൾ ഇവർക്ക് വീട് കൊടുത്തു. ഇത് എൻ്റെ വീട്, എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കാം എന്ന് പറയാണ് നരൻ്റെ മുത്തശ്ശൻ. നീ ഇപ്പോൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയിക്കോ, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കും. ജയബാലൻ പറയും, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ആ സമയത്ത് നരൻ്റെ മുത്തശ്ശൻ പറയും, നീ ആരാണെങ്കിലും എനിക്കെന്താ, ഇത് എൻ്റെ വീടല്ലേ. ജയബാലൻ നരൻ്റെ മുത്തശ്ശനെ കയറി പിടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയത്താണ് നരൻ അകത്ത് നിന്നും ഇറങ്ങി വരുന്നത്. ആരാടാ എൻ്റെ മുത്തശ്ശൻ്റെ ദേഹത്ത് കൈവച്ചത് എന്ന് ചോദിച്ചുകൊണ്ട്. ആ സമയത്ത് എല്ലാവരും ഇങ്ങനെ നരനെ നോക്കി നിൽക്കുകയാണ്. നരൻ ഓടി വന്ന് ജയബാലനെ തള്ളിയിടുന്നുണ്ട്. നരൻ പറയും, ആരാ എൻ്റെ മുത്തശ്ശൻ്റെ ദേഹത്ത് കൈവച്ചത് എന്ന് ചോദിക്കുകയാണ് ജയബാലനോട്. ആ സമയത്ത് നരൻ്റെ മുത്തശ്ശി പറയും കാവേരിയോടും കുടുംബത്തോടും, ഇനി നിങ്ങൾ പേടിക്കണ്ട, നരൻ വന്നു, അവനെല്ലാം ഹാൻഡിൽ ചെയ്തോളും. ജയബാലൻ നരനോട് പറയും, നീ ആരുടെ ദേഹത്താ കൈ വെച്ചതെന്ന് നിനക്കറിയോ? അപ്പം നരൻ പറയും, ഇത് എൻ്റെ വീട്, അവിടെ വന്ന് അതിക്രമം കാണിച്ചാൽ ആരാണെങ്കിലും ഞാൻ അവൻക്ക് ഇട്ട് കൊടുക്കും. എൻ്റെ മുത്തശ്ശൻ്റെ ദേഹത്ത് നീ കൈ വെക്കുമെന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ പറയും, ഈ
അമ്മയും മക്കളും വന്ന് അവർക്ക് വീട് വാടകയ്ക്ക് കൊടുത്തിട്ട് ഇയാൾ എന്തിനാ അവർക്ക് വാടകയ്ക്ക് കൊടുത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ബാലനോട് നരൻ പറയും, എൻ്റെ വീട് ആർക്ക് വാടക കൊടുക്കണം കൊടുക്കണ്ട എന്ന് എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും തീരുമാനിക്കും. ആ സമയത്ത് കാവേരി പറയും ഇയാൾ ദുഷ്ടനാണെന്ന്. ആ സമയത്ത് നരനിങ്ങനെ കാവേരിയെ ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് കാവേരി ഇങ്ങനെ മെല്ലെ പറയും ഇയാൾ ദുഷ്ടനാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാവേരിയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നരൻ. ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.